തൃശൂരിൽ ആംബുലൻസിന് വനിതാ പോലീസ് വഴിയൊരുക്കിയ സംഭവത്തിൽ ട്വിസ്റ്റ്. ആംബുലൻസിൽ രോഗി ഉണ്ടായിരുന്നില്ല എന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി. ഡ്രൈവറെയും ആംബുലൻസും RTO കസ്റ്റഡിയിലെടുത്തു. ആ വീഡിയോ കണ്ടപ്പോൾ നമുക്ക് വണ്ടിയുടെ റൈറ്റ് സൈഡിലുള്ള മിററിലാണ് ആ വിഷ്വൽ സ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ ആ വിഷ്വൽ എടുക്കാനായിട്ട് ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ആൾക്ക് മാത്രമേ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു വിഷ്വൽ എടുക്കാനായിട്ട്. അപ്പം അതാണ് നമുക്ക് ഫസ്റ്റ് ഡൗട്ട് തോന്നിയത്. എന്ന് വെച്ചാൽ ഇവർ രോഗീനെ അഡ്മിറ്റ് ആക്കിയത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ്. അവർ പറയുന്നത് അങ്കമാലിയിൽ നിന്നാണ് അവർക്കൊരു കോൾ വന്നതെന്ന്. അങ്കമാലിയിൽ നിറയെ ആംബുലൻസുകളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇത്രയും കിലോമീറ്റർ അകലെയുള്ള ഒരു വണ്ടി വിളിക്കാനായിട്ട് ഒരു സാധ്യതയില്ല. അതവർ പറയുന്നത് നുണയാണ്. ഡ്രൈവർ ഇത്തരത്തിലുള്ള വീഡിയോകൾ സ്ഥിരമായിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടുന്ന ആളാണെന്നാണ് മനസ്സിലായത്. അങ്ങനെ ഇടാൻ വേണ്ടിയിട്ടായിരിക്കും എടുത്തിട്ടുണ്ടാവുക. വനിതാ പോലീസ് ഉദ്യോഗസ്ഥ അപർണ ആംബുലൻസിന് വഴിയൊരുക്കിയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. അമൽ സുരേന്ദ്രനാണ് തൃശൂരിൽ നിന്ന് ചേരുന്നത്. അമൽ, ഈ വീഡിയോയിൽ കാണാം എത്രത്തോളം ആത്മാർത്ഥതയോടെയാണ് പോലീസ് ഉദ്യോഗസ്ഥ ആംബുലൻസിന് വഴിയൊരുക്കാനായി കഷ്ടപ്പെടുന്നതെന്ന്. എന്നാൽ അതേസമയം തന്നെ ആംബുലൻസ് ഡ്രൈവർ ഇത് ചിത്രീകരിക്കുകയും ചെയ്യുകയാണ്. ആ ചിത്രീകരണം തന്നെയാണ് ഒടുവിൽ വിനയായത്. ഇപ്പോൾ ആംബുലൻസ് ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്തൊക്കെ വിശദീകരണമാണ് ഇയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്? പ്രവിത, ഈ ഒരു വീഡിയോ വൈറലാവുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അന്ന് അപർണ ASI ആയിട്ടുള്ള അപർണ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു, ഇത് എൻ്റെ ജീവിതത്തിൽ സാധാരണമായി നടക്കുന്ന ഒരു സംഭവം മാത്രമാണ് എന്ന് പറയുന്നു. അത്തരത്തിൽ ജനങ്ങളുമായിട്ട് ഇഴുകിച്ചേർന്നുകൊണ്ട് വളരെ രീതിയിൽ സേവനം ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥയാണ് ഈ ആംബുലൻസ് ഡ്രൈവർ കബളിപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും ക്യാൻസർ രോഗികൾക്കും മറ്റും മുടി മുറിച്ച് നൽകിയ ഒരു കാര്യം പോലും ഈ അപർണയുടെ ഭാഗത്തുനിന്ന് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത് ഈ കഴിഞ്ഞ 9-ാം തീയതിയാണ്. അന്ന് ട്രാഫിക് കുരുക്കിൽ ഈ ആംബുലൻസിന് കടന്നു പോകുവാൻ വേണ്ടി അപർണ നടത്തിയ പ്രയത്നം സമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ശ്രദ്ധയാകർഷിക്കുകയും ചെയ്തൊരു സംഭവമായിരുന്നു. ഏതായാലും അതേ തുടർന്ന് ഉണ്ടായ ദൃശ്യങ്ങൾ, ആ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ട MBA ആയിട്ടുള്ള PV ബിജുവിൻ്റെ ഒരു സംശയമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു കണ്ടെത്തലിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ ഒരു ആംബുലൻസിനുള്ളിൽ രോഗികളില്ലായിരുന്നു, ഇല്ലാതെ തന്നെയാണ് സൈറനിട്ട് ഈ ആംബുലൻസ് ആ ഗതാഗത കുരുക്ക് കടക്കുവാൻ ശ്രമിച്ചത് എന്നാണ് ഇപ്പോൾ MVDക്ക് മനസ്സിലായിരിക്കുന്നത്. അതായത് ഈ ഡ്രൈവറിൻ്റെ സീറ്റിൽ ഇരുന്നു കൊണ്ട് തന്നെ വലതുവശത്തുള്ള മിറർ കാണത്തക്ക രീതിയിലായിരുന്നു ഈ ദൃശ്യങ്ങളെല്ലാം ഉണ്ടായിരുന്നത്. അപ്പോൾ ഡ്രൈവർ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയെന്ന് മനസ്സിലാക്കി. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു നല്ല കാര്യം ചിത്രീകരിക്കാനാവുമല്ലോ എന്ന് കരുതി അത് ഈ ഒരു കാര്യത്തിന് ഒരു ഇളവ് കൊടുക്കുന്ന ഒരു രീതിയിലൊക്കെ ഉദ്യോഗസ്ഥന്മാർ ചിന്തിച്ചിരുന്നുവെങ്കിലും പിന്നീടും ഈ സംശയം തോന്നുകയും പിന്നീട് തൊടുപുഴ സ്വദേശി, അതായത് ഈ ആംബുലൻസിന്റെ ഉടമസ്ഥനായ തൊടുപുഴ സ്വദേശിയായ അലനെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഡ്രൈവറിനെയും ആ സമയത്ത് ആംബുലൻസിൽ ഉണ്ടായിരുന്ന മെയിൽ നേഴ്സിനെയും ചോദ്യം ചെയ്യാൻ വിളിച്ചുവെങ്കിലും പലവട്ടം വിളിച്ചുവെങ്കിലും ഇവർ ഈ MVDക്ക് മുന്നിൽ വരാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് ഈ വാഹനത്തിൽ അപ്പോഴൊരു സംശയം ബലപ്പെടുകയാണ് ഉണ്ടായത്. പിന്നീട് ഈ വാഹനം പിടിച്ചെടുക്കുമെന്നൊരു സാഹചര്യമൊക്കെ തോന്നിയത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു സംശയം തോന്നിയത് കൊണ്ടാവാം ഇന്ന് അവർ മരത്തേക്കര RTO ഓഫീസിൽ എത്തി. അപ്പോൾ ഇവരോട് കൂടുതലായി ചോദ്യം ചെയ്യുകയും, പക്ഷേ ഇവരുടെ ഭാഗം പറയുന്നത് മറ്റൊരു രോഗിയെ, മെഡിക്കൽ കോളേജിൽ രോഗിയെ ഇറക്കിയതിന് ശേഷം മറ്റൊരു രോഗിയെ എടുക്കുവാൻ വേണ്ടി തങ്ങൾ പോവുകയായിരുന്നു, അതുകൊണ്ടാണ് സൈറൻ ഇട്ടത് എന്നെല്ലാമാണ് ഇവർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു കേസിൽ ഡ്രൈവറായിട്ടുള്ള ഫൈസലിന്റെ ഭാഗത്തു നിന്ന് പറയുന്നത്, ഞാൻ സൈറൻ ഇട്ട് ഓടിച്ചിരുന്നില്ല, മറ്റ് ചില സാമൂഹ്യ പേജുകൾ, എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളിലെ പേജുകൾ ഇതിൽ എഡിറ്റ് ചെയ്തിട്ടുണ്ട്, തൻ്റെ കയ്യിൽ ഇതിൻ്റെ ഒറിജിനൽ വീഡിയോയുണ്ട്, ആ വീഡിയോയിൽ സൈറൻ ഇടുന്നതിൻ്റെ ശബ്ദങ്ങളൊന്നുമില്ല, അതിനാൽ തന്നെ സൈറൻ ഇട്ടില്ല എന്നൊരു വാദവും ഇയാൾ ഉയർത്തുന്നുണ്ട്. പക്ഷേ MVD അതെല്ലാം തള്ളിക്കളയുകയാണ്. നിലവിൽ ഇത്തരത്തിൽ രോഗികൾ ഇല്ലാതെ സൈറനിട്ട് വാഹനം ഓടിച്ചതിന് മാത്രവുമല്ല ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വീഡിയോ ചിത്രീകരിച്ചതിന് അടക്കം ഇവർക്കെതിരെ പിഴ ചുമത്തുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല വേഗത്തിലുള്ള ഒരു ഡ്രൈവിംഗ് ഒന്നും ഇല്ലാത്തതിനാൽ ലൈസൻസ് റദ്ദാക്കാനുള്ള സാധ്യതകളെല്ലാം കുറവ് തന്നെയാണ് എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ആ ഉദ്യോഗസ്ഥനോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. പ്രവിത, അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.